ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ പപ്പായ കൊണ്ടുള്ള ഒരു ഉലർത്ത് കറിയാണ് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. പപ്പായ എല്ലായിടത്തും സുലഭമായി കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ്, പക്ഷേ അതൊരു വെജിറ്റബിളും കൂടിയാണ്. പപ്പായ ഒരു മീഡിയം പാകമായ പപ്പായ വെച്ചിട്ട് നമുക്ക് ഇന്ന് ഒരു ഉലർത്ത് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ഞാൻ അതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇട്ടിട്ടുണ്ട്. സോ അതൊത്തിരി ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒരു സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് ഞാൻ മോൾക്ക് വേണ്ടി തുടങ്ങിയതാണെങ്കിലും ഇപ്പം ഒത്തിരി പേര് എൻ്റെ വീഡിയോസ് കണ്ടിട്ട് അവർ പിന്നെയും ഇടണം, നിർത്തിക്കളയരുതെന്നൊക്കെ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മടി തോന്നും എഡിറ്റിങ്ങും ഇതൊക്കെ ചെയ്യുമ്പോൾ. പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. തീർച്ചയായിട്ടും ബാക്കിയുള്ളവരും കൂടി സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് പപ്പായ ഉലർത്തിയത് എങ്ങനെയാണെന്ന് കാണാം. ഇടത്തരം മൂപ്പായ 2 മീഡിയം സൈസ് പപ്പായയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒത്തിരി മൂപ്പായത് നമ്മൾ എടുക്കരുത്, കാരണം അതിനൊരു മധുരിപ്പുണ്ടാകും. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിഞ്ഞു വെക്കണം. അരിഞ്ഞു വെച്ച കഷ്ണങ്ങൾ ഞാനൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തു. കഷ്ണങ്ങൾ വേവുവാൻ വേണ്ടി ആവശ്യമായ വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. കഷ്ണങ്ങൾ മുങ്ങിക്കിടക്കണ്ട, അതിന് തൊട്ട് താഴെ വരെയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, ചെമ്മീൻ ഇട്ട് പപ്പായ ഉലർത്തിയാൽ ഒത്തിരി ടേസ്റ്റാണ്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഉപ്പ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. പപ്പായക്കൂട്ട് സ്റ്റൗവിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. തീ ഓൺ ചെയ്തു, എന്നിട്ട് നന്നായി ഇളക്കുക. പാൻ അടച്ചു വയ്ക്കുക. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ താഴ്ത്തി വെച്ച് വേവിക്കണം. നന്നായി തിളച്ചിട്ടുണ്ടോ കേട്ടോ. അപ്പോൾ നമുക്കിനി സ്റ്റൗ താഴ്ത്തി വയ്ക്കാം. അതിനു മുമ്പ് ഞാനൊരു പച്ചമുളക് കീറി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഇടാൻ മറന്നു പോയതാണ് നേരത്തെ. സോ ഇപ്പോൾ ഇട്ട് കൊടുത്തു, കുഴപ്പമില്ല, ഇപ്പോൾ ഇട്ട് കൊടുത്താലും മതി. ഇനി താഴ്ത്തി വെച്ച് അത് നന്നായിട്ട് വെന്ത് പരുവമാവുന്നത് വരെ നമുക്ക് വേവിക്കാം. വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്, ഇച്ചിരി കൂടി വറ്റാനുണ്ട്. അപ്പോൾ ഞാൻ വേവ് നോക്കിയപ്പോൾ ഇച്ചിരി കൂടി വേവാനുണ്ട്. അപ്പോൾ ആ വെള്ളം വറ്റി കഴിയുമ്പോൾ അതങ്ങ് വെന്തോളും. അപ്പോൾ പിന്നെയും അടച്ച് താഴ്ത്തി വെക്കുവാണേ. വെള്ളമെല്ലാം പറ്റി പപ്പായ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് പാൻ വെച്ചിട്ട് ഉലർത്തിയെടുക്കണം. പാന് സ്റ്റൗവിൽ വെച്ചു, തീ ഓൺ ചെയ്യുവാണേ. ഇനി ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും, കാരണം പപ്പായ ഉലർത്താൻ വേണ്ടി കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കണം. പപ്പായ ഉലർത്തുവാൻ വേണ്ടി ഒരു 7 ചുവന്നുള്ളിയും 4 വെളുത്തുള്ളിയും ഞാൻ ചതച്ചെടുത്തതാണ്. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും ഇതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് ഒരു ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഏകദേശം ഇത് ആയി തുടങ്ങി. 1/4 ബ്രൗൺ ആയപ്പോഴേക്കും ഞാൻ തീ ഓഫ് ചെയ്യുകയാണേ. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ അതനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം ഇളക്കി കൊടുത്ത് ആ പച്ച മണം മാറിക്കഴിയുമ്പോൾ ആ പപ്പായ നമുക്ക് മുഴുവനും ഇട്ട് കൊടുക്കാം. പപ്പായ മുഴുവനും ഇട്ട് കൊടുത്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്യുക. എന്നിട്ട്
നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തട്ടിപ്പൊത്തി അടച്ചു വെക്കുക. അതെന്താണെന്ന് വെച്ചാൽ അതൊന്ന് നമ്മളിപ്പോൾ ഇട്ടതെല്ലാം ഉള്ളിയുടെയും ഇതെല്ലാം ഒന്ന് അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. അപ്പം അടച്ച് കുറച്ച് നേരം ഒരു 2 minutes മതി അടച്ചു വയ്ക്കുക. 2 minutes ആയി. ഞാൻ തുറന്ന് അത് നന്നായിട്ട് ഇളക്കി തുവർത്തി എടുക്കുവാണ്. നമ്മൾ ഇടയ്ക്ക് അടുക്കി പിടിക്കാതെ ഇടയ്ക്ക് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത്. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് ഇളക്കി വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചോറിന് കൂട്ടി കഴിക്കാൻ വേണ്ടി, ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി വേറെ ഒരു കറിയും വേണ്ട. അത്ര ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഇതൊരു കൊച്ചിൻ സ്റ്റൈൽ കറിയാണ്. ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കും. ഇതറിയാത്തവർ ഈ ചെമ്മീനിട്ട് പപ്പായ ഒന്ന് ഉലർത്തി നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ചെറിയ തീയിൽ ഇങ്ങനെ ഇതുപോലെ വഴറ്റി എടുക്കണം. തീ ഓഫ് ചെയ്യാണ് കേട്ടോ. നമ്മുടെ പപ്പായ കറി സെർവ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഈ പപ്പായ ഉലർത്തിയത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അത്ര ടേസ്റ്റാണ്, ഞാൻ ഗ്യാരണ്ടി പറയുന്നു. നിങ്ങളൊന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോ ഇനി നെക്സ്റ്റ് വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ ബൈ. ലവ്ലി നസ്രത്ത്.